അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തസ്ബീഹ് നിസ്കാരം വളരെ പുണ്യമാക്കപ്പെട്ട നിസ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഒരു മനുഷ്യന് എന്നും നിസ്കരിക്കാൻ പറ്റുന്നുവെങ്കിൽ തസ്ബീഹ് നിസ്കാരം എന്ന് നിസ്കരിക്കുക. ഇനി ആഴ്ചയിൽ ആണ് അവനക്ക് നിസ്കരിക്കാൻ പറ്റുന്നുവെങ്കിൽ ആഴ്ചയിൽ എങ്കിലും അവൻ നിസ്കരിക്കണം. എല്ലാ ആഴ്ചയിലും അവനൊരു തവണ നിസ്കരിക്കുക. ഇനി അതിന് പറ്റുന്നില്ല, മാസത്തിൽ നിസ്കരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാ മാസവും എന്ത് ചെയ്യുക, ഒരു തവണ അവൻ നിസ്കരിക്കുക. ഇനി അതിന് പറ്റുന്നില്ലെങ്കിൽ വർഷത്തിൽ ഒരു തവണയെങ്കിലും നിസ്കരിക്കുക. ഇനി അതിന് പറ്റുന്നില്ലെങ്കിൽ അവൻ്റെ ആയുസ്സിൽ ഒരു തവണയെങ്കിലും തസ്ബീഹ് നിസ്കാരം നിർവഹിക്കുക. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യമുള്ള ഒരു നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. ഇതെങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? ഈ നിസ്കാരത്തിൽ 300 തസ്ബീഹ് ചൊല്ലി നിസ്കരിക്കുന്ന നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. ഈ നിസ്കാരത്തിൽ ഏതെല്ലാം സൂറത്തുകളാണ് ഓതൽ സുന്നത്തുള്ളത്? ഈ 2 റക്അത്തായിട്ടാണ് തസ്ബീഹ് നിസ്കാരം നിർവഹിക്കേണ്ടത്. പകലിൽ നിസ്കരിക്കുന്ന ആളുകൾ 4 റക്അത്തായിട്ടും രാത്രിയിൽ നിസ്കരിക്കുന്ന ആളുകൾ ഈ 2 റക്അത്തുമായിട്ടാണ് നിസ്കരിക്കേണ്ടത്. എന്നാൽ തസ്ബീഹ് നിസ്കാരം ജമാഅത്ത് സുന്നത്തില്ലാത്തൊരു നിസ്കാരമാണ്. ചില പള്ളികളിലെല്ലാം നമുക്ക് കാണാൻ പറ്റും ജമാഅത്തായി നിസ്കരിക്കുന്നത്. അത് ജമാഅത്ത് കൂലിയുള്ള സുന്നത്തുള്ളത് കൊണ്ടല്ല, അത് അറിയാത്ത ആളുകൾ കൂടി പഠിപ്പിക്കാനും അതിൽ ചേരാനും കൂടിയിട്ടാണ് അങ്ങനെ നിസ്കരിക്കുന്നത്. അപ്പോൾ പകലിൽ നിസ്കരിക്കുന്ന ആളുകൾ 4 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കുക. രാത്രിയിലാണെങ്കിൽ ഈ 2 റക്അത്തായിട്ട് സലാം വീട്ടി നിസ്കരിക്കേണ്ടതാണ് സുന്നത്ത്. 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അൽഹാക്കുമുത് തകാസുർ എന്ന സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്. ഞാൻ സൂറത്ത് അറിയാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാം, അവൻക്ക് അറിയുന്ന സൂറത്ത് ഓതാവുന്നതാണ്. 2-ാമത്തെ റക്അത്തിൽ വൽ അസുർ എന്ന സൂറത്ത് ഓതുക. ആ സൂറത്ത് അറിയാത്ത ആളുകൾക്ക് ഇഷ്ടമുള്ള സൂറത്ത് ഓതാം. 3-ാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും 4-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസുമാണ് ഓതേണ്ടത്. ഇതാണ് ഓതൽ പ്രത്യേകമുള്ള സുന്നത്തുള്ള നിസ്കാരങ്ങൾ. ഒരു റക്അത്തിൽ 75 തസ്ബീഹാണ് ചെല്ലേണ്ടത്. ഏതാണ് തസ്ബീഹ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്റാണ് ചെല്ലേണ്ടത്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇത് എവിടെയാണ്, എത്ര തവണയാണ് ചെല്ലേണ്ടതുള്ള രൂപമാണ് ഇനി പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ നിയത്ത് വെച്ച് കൈകെട്ടി ഫാത്തിഹ വജ്ജഹത്തോതി ഫാത്തിഹ സൂറത്തോതി സൂറത്തു അൽഹാക്കുമുത് തകാസുർ സൂറത്ത് 1-ാമത്തെ റക്അത്തിൽ ഓതൽ സുന്നത്തുണ്ട്. ഈ സൂറത്ത് ഓതി കഴിഞ്ഞതിന് ശേഷം അവൻ 15 തവണ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ചൊല്ലണം 15 തവണ. അങ്ങനെ റുക്കൂയിലേക്ക് പോയി കഴിഞ്ഞാൽ റുക്കൂയിൽ എന്ത് ചെയ്യണം, റുക്കൂയിൽ ചൊല്ലേണ്ട സുന്നത്തായ തസ്ബീഹ് ഉണ്ട്. അത് ചൊല്ലിയതിന് ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറയുന്ന തസ്ബീഹ് 10 തവണ റുക്കൂയിൽ ചെല്ലണം. അതുപോലെ ഏത്തിദാലിലും 10 തവണ ചെല്ലണം. അതുപോലെ തന്നെ സുജൂദിലും 10 തവണ ചെല്ലണം. സുജൂദിന് ശേഷം 2 സുജൂദിനിടയിലുള്ള ഇരുത്തമുണ്ട്. ആ ഇരുത്തത്തിൽ എന്ത് ചെയ്യണം, 10 തവണ തസ്ബീഹ് ചെല്ലണം. അതിനുശേഷം വീണ്ടും സുജൂദിൽ എന്ത് ചെയ്യണം, 10 തവണ ദിക്ർ ചെല്ലണം. അപ്പോൾ മൊത്തം 65 പ്രാവശ്യമായി. ഈ നൃത്തത്തിൽ 15, റുക്കൂയിൽ 10, ഏത്തിദാലിൽ 10, സുജൂദിൽ 10, അതുപോലെ തന്നെ സുജൂദിനിടയിൽ ഇരുത്തത്തിൽ 10, 2-ാമത്തെ സുജൂദിലും 10, അങ്ങനെ മൊത്തം 65 ആവും. പിന്നെ 2-ാമത്തെ റക്അത്തിലേക്ക് നമ്മൾ എഴുന്നേറ്റ് വരുന്ന നമുക്ക് ഇസ്തിറാഹത്തിൻ്റെ ഒരു ഇരുത്തമുണ്ട്. ആ ഇരുത്തത്തിൽ പ്രത്യേകിച്ച് തസ്ബീഹുകളൊന്നുമില്ല, സാധാ നിസ്കാരങ്ങൾ. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യുക, ഒരു 10 തവണ അവിടെയും ചൊല്ലിയിട്ട് വേണം റുക്കൂയിലേക്ക് ഖിയാമിലേക്ക് വരാൻ, 2-ാമത്തെ റക്അത്തിലേക്ക് വരാൻ. ഇനി ആരെങ്കിലും ഈ റുക്കൂയിൽ തസ്ബീഹ് മറന്ന് ഇനി ഇപ്പോൾ 2-ാമത്തെ റക്അത്ത് ഇതേപോലെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെയാണ് ചൊല്ലേണ്ടത് തസ്ബീഹ്. അങ്ങനെ അത്തഹിയാത്തിലെത്തുമ്പോൾ നമ്മൾ അത്തഹിയാത്തിൻ്റെ മുമ്പ് ഈ തസ്ബീഹ് ചൊല്ലി അത്തഹിയാത്ത് ഓതി ശേഷം നബിയുടെ മേൽ സലാത്ത് ചൊല്ലി സലാം വീട്ടുക. ഇങ്ങനെയാണ് തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കുക. ഇങ്ങനെ വീണ്ടും 2 റക്അത്ത് കൂടി അങ്ങനെ നിസ്കരിക്കുക. ഇനി ഏതെങ്കിലും ആളുകൾക്ക് തസ്ബീഹ് മറന്നുപോയാൽ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഒരാൾ റുക്കൂയിൽ തസ്ബീഹ് മറന്നുപോയി, നേരെ ഇത്തിദാലിൽ വന്നു, എന്നാൽ അവൻ ആ ഇത്തിദാൽ എന്ത് ചെയ്യാൻ പാടില്ല, തസ്ബീഹ് ചൊല്ലാൻ പാടുള്ളതല്ല. 1-ാമത്തെ സുജൂദിൽ എന്ത് ചെയ്യുക, ചൊല്ലാം. ഇനി 1-ാമത്തെ സുജൂദിൽ എന്ത് ചെയ്തു, അവൻ തസ്ബീഹ് മറന്നു, എന്നാൽ
രണ്ട് സുജൂദിനിടയിലെ ഇരുത്തത്തിൽ ആ തസ്ബീഹ് ചെല്ലാൻ പാടുള്ളതല്ല. രണ്ടാമത്തെ സുജൂദിൽ എന്ത് ചെയ്യുക, തസ്ബീഹ് ചെല്ലാവുന്നതാണ്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ തസ്ബീഹ് നിസ്കാരം ഇത്രയും പുണ്യമാക്കപ്പെടാനുള്ള കാരണം നമുക്കറിയാം, ദുആക്ക് ഏറ്റവും ഇജാബത്തുള്ള സമയമാണ്. തസ്ബീഹ് നിസ്കാരത്തിന് ശേഷം ആരെങ്കിലും ദുആ ചെയ്താൽ അവന് പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ തസ്ബീഹ് നിസ്കാരം ആരെങ്കിലും ഇങ്ങനെ നിർവഹിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കഴിഞ്ഞു പോയ എല്ലാ ചെറുദോഷങ്ങളും അല്ലാഹു തആല അവനക്ക് പൊറുക്കപ്പെടുന്നതാണ്. ഇങ്ങനെ ഒട്ടനവധി നേട്ടങ്ങളുള്ളത് കൊണ്ടാണ് ഈ തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കാൻ പറയുന്നത്. അല്ലാഹു തആല ജീവിതത്തിൽ പല തവണ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.